നമുക്ക് ഇനി സായന സവാരിയിലേക്കാണ്. നമ്മുടെ സായന സവാരി അറിയാലോ, കലോത്സവമായതുകൊണ്ട് തൃശ്ശൂരേക്കാണ്. കലോത്സവ വേദിയിൽ വിശേഷങ്ങളും പങ്കിടാൻ നവമി ദിനേശ് ഉണ്ട്. തൃശ്ശൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴും നടക്കുന്നത്. കണ്ണൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം. 614 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നിൽ, 600 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത്, 598 പോയിന്റുമായി തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് എന്നതാണ് സാഹചര്യം. കലോത്സവ വേദിയിൽ നിന്ന് നവമി ചേരുന്നു. നവമിക്കൊപ്പം വട്ടപ്പാട്ട് സംഘം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നവമി, വളരെ ഉഷാറായി കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. എന്താണ് അവിടെ നിന്നുമുള്ള വിശേഷങ്ങൾ? ഈ വട്ടപ്പാട്ട് സംഘം എവിടെ നിന്നുള്ളവരാണ്? നമുക്ക് വേണ്ടി അവർ ഒന്ന് പെർഫോം ചെയ്യുമോ? തീർച്ചയായും രേണുക, കാസർഗോഡ് നിന്നുള്ള കുറച്ച് മുഞ്ചന്മാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അതിനു മുൻപ് കലോത്സവം പൊടി പൊടിക്കുകയാണ്. തൃശ്ശൂർ പൂരം പോലെ തന്നെ കലോത്സവ പൂരവും അതിൻ്റെ ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ 25 വേദികളിലും എല്ലാ മത്സരങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഓരോന്നായി അവസാനിക്കുകയും ചെയ്യും. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. കണ്ണൂർ ഒരു തവണ മുന്നിൽ വരികയാണെങ്കിൽ തൊട്ടു പിന്നാലെ കാസർഗോഡ് വരും. അങ്ങനെ മാറി മാറി ആരായിരിക്കും ഈ സ്വർണ്ണക്കപ്പുമായി സ്വന്തം നാട്ടിലേക്ക് പോവുക എന്നറിയാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 18-ാം തീയതിയാണ് അതിന്റെ സമാപന സമ്മേളനം. അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അത് പറയുകയും ചെയ്തു. 4 മണിക്ക് തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നടൻ മോഹൻലാലാണ് വിശിഷ്ടാതിഥിയായി എത്തുന്നത്. അങ്ങനെയാണ് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ. നമ്മളോടൊപ്പം വട്ടപ്പാട്ട് സംഘമുണ്ട്. കാസർഗോഡ് നിന്നുള്ള കുട്ടികളാണ്. ഏതാ സ്കൂൾ? ഏതാ? നിങ്ങളിപ്പോ മത്സരം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നന്നായി പെർഫോം ചെയ്തു. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി വരുന്ന കുട്ടികൾ തന്നെയാണ്. എത്ര വർഷമായി? ഞാനിപ്പോ 4 വർഷമായി കലോത്സവത്തിൽ വന്നിട്ട്. ഈ വർഷം എനിക്ക് 3 ഐറ്റം ഉണ്ട്. മാപ്പിളപ്പാട്ടുണ്ട്, വട്ടപ്പാട്ട്, ദഫ്മുട്ട്. 3 A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇത് മാത്രമേ, വട്ടപ്പാട്ട് മാത്രമേ ഉള്ളൂ. എന്താ മോഞ്ചന്റെ പേരെന്താ? ഇസാമിൽ. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? നല്ല ചിരിച്ച് നിന്നാ മതി അല്ലേ? വലിയ എഫേർട്ട് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. അതല്ലേ, ചിരിയും ഒരു എഫേർട്ട് ആണല്ലോ അല്ലെ? ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിച്ചു നിക്കണം അല്ലെ? നിങ്ങളുടെ ഒരു ചെറിയൊരു പെർഫോമൻസ് കണ്ടാലോ? ഓക്കെ. മണവാളൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ് ആ ഗിഫ്റ്റ് എന്ന് നോക്കുമ്പോ? എന്താ അത് കാണിച്ചേ? അടിപൊളി ഫോട്ടോ ആണല്ലോ. എന്താ ചേട്ടന്റെ പേരെന്താ? സിജി. ചേട്ടൻ ഇപ്പൊ സ്പോട്ടിലെടുത്ത ഫോട്ടോ. അതിനുശേഷം കീ ചെയിൻ ആക്കി കൊടുത്തു. ഇല്ല, അത് കുഴപ്പമില്ല. അത് എന്നാൽ ലൈവില് ചേട്ടനെയും കൂടി കാണിക്കാം. രേണുക, അത് വലിയൊരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അതായത് മണവാളന്റെ ഫോട്ടോ ഇപ്പോൾ സ്പോട്ടിലെടുത്ത ശേഷം അത് കീ ചെയിൻ ആക്കി ഇപ്പൊ തന്നെ കൈമാറി. അത് വലിയൊരു നല്ല സംഭവമായിട്ട് തോന്നി. നല്ല രസമുണ്ട്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ചോദിച്ചു മേടിച്ച ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കണല്ലോ. ചോദിച്ചു മേടിക്കണ്ടേ? ആരാ ചോദിച്ചു മേടിച്ചേ? തിരിച്ച് കാറിൽ പോവാ. പിന്നെ നോക്കട്ടെ, ഒന്നുകൂടി കാണിക്ക്. നല്ല രസമുണ്ട്. നല്ലൊരു ഫോട്ടോ. ശരി, ഇനി നമുക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് കാണാം. കീ വെച്ചോ പറ്റത്തിക്കിന്. അണവിലതം ബിരിയാണിയതുണ്ട്, അടിപൊളി പൊരികളതേറെയുമുണ്ട്. മുണ്ടേറ്റം പാലട നെയ്വട വിഭവമൊത്തിരിയായി ആയിടും പാനീയങ്ങളതേറ അവിലേക്ക് വെച്ചുള്ള അൽസിക്കും ചൊറ. ഏറ്റിയിലേറ്റം വെറ്റില കിട്ടും മഹാരസമായി. തളിര് വെറ്റില തോന പോല മേല കാന ഫീന തമ്പുലു പുലുമ്പി
മേരി വരിത്തേ വക്കിലെ താളമടുത്ത് രസിത്തേ വാട്ടാ ഹാട്ടാ വളരെ മനോഹരമായിട്ടുണ്ട്. ഇടയ്ക്ക് മറ്റൊരു പെർഫോമൻസ് അവിടെ നിൽക്കുന്നതുകൊണ്ട് ശബ്ദം പ്രേക്ഷകർ കേട്ടോ എന്നറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. മോൻ മറ്റേതിനങ്ങളിലൊക്കെയായിരുന്നു മത്സരിച്ചത്? മാപ്പിളപ്പാട്ടിലുണ്ടായിരുന്നു, പിന്നെ ദഫ്മുട്ടിലുണ്ടായിരുന്നു. രണ്ടിലും എ ഗ്രേഡ് കിട്ടി. അപ്പൊ നമുക്കൊരു മാപ്പിളപ്പാട്ട് കൂടി ഒന്ന് കേട്ടാലോ? ഖാതിം റസൂലുള്ള പതിമക്ക തിരുജാദർ ഹാമിം ഷഫീഉള്ള ഹുദാവേ കാത്തിടുകിത് നീമെ അത് ഇങ്ങളാലെ നീ കോനെ ഉഹുദടലിതിനാൽ തോനെ മദതിടുവതിനാൽ മാനിതനൂരേ ചൊന്നാരേ വാങ്കയൻ ചാരേ ഖാതിം റസൂലുള്ള പതിമക്ക തിരുജാദർ ഹാമിം ഷഫീഉള്ള. വളരെ മനോഹരമായിട്ട് നമുക്ക് സമയ പരിമിതി മൂലമാണ് നിർത്തുന്നത്. എന്നാലും ഇതാണ് വട്ടപ്പാട്ട് വിശേഷം. കഴിഞ്ഞില്ല, ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. എന്തായാലും രേണുക കലോത്സവം ഇവിടെ പൊടി പൊടിക്കുകയാണ്. തീർച്ചയായും എന്തായാലും വലിയ രീതിയിൽ തൃശ്ശൂർ ആ കലോത്സവത്തെ ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ആളുകൾക്ക്, ആ കുട്ടികൾക്ക് തന്നെ സമ്മാനം കൊടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. അതിന് ഒരുപാട് സർപ്രൈസുകളാണ് ഈ കലോത്സവത്തിൻ്റെ ഈ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ സമയത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി കാണാം. എന്തായാലും വളരെ മനോഹരമായിരുന്നു ആ വട്ടപ്പാട്ട്. ശരി നവമി, ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം. എന്തായാലും കലോത്സവത്തിൻ്റെ ഈ കാഴ്ചകളോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.